സിദ്ധരാമയ്യയും DK ശിവകുമാറും ചേർന്ന് നിന്ന് പടുത്തുയർത്തിയ കർണാടക രാഷ്ട്രീയം. കർണാടകയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുമ്പോഴും നെഞ്ചോട് ചേർത്ത് നിർത്തിയത് കർണാടകയായിരുന്നു. ആ കർണാടകയുടെ ഒരുമയും കർണാടകയിലെ കോൺഗ്രസിന്റെ ഐക്യമൊക്കെ കോൺഗ്രസിന് പുതുജീവൻ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കുലംകുത്തികൾ ഉയരുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 48 MLA-മാരെ ലക്ഷ്യമിട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഹണി ട്രാപ്പ് നീക്കം നടന്നുവെന്ന ആരോപണം കർണാടക രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 48 MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ടെന്ന കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണയുടെ ആരോപണത്തോടെയാണ് വിവാദം ആളിക്കത്തി തുടങ്ങിയത്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് നിയമസഭാംഗങ്ങളെ ആരോ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ടെന്ന് BJP നേതാവും MLA-യുമായ ബെസൻഗൌഡ പാർട്ടിയിൽ ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ആഭ്യന്തരമന്ത്രി G പരമേശ്വരയെയും ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും KN രാജണ്ണയോ മറ്റു നേതാക്കളോ ഇതുവരെ വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല. തുടക്കത്തിൽ BJPക്കും കോൺഗ്രസിനും ഇടയിലുള്ള പതിവ് ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമായിട്ടാണ് പലരും ഇതിനെ കണ്ടെങ്കിലും പിന്നീട് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലിയുടെ സൂചനകളിലേക്കും ഹണി ട്രാപ്പ് ആരോപണം കടന്നിരിക്കുകയാണ്. ജനതാദളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ സിദ്ധരാമയ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് KN രാജണ്ണ. നിലവിലെ കർണാടക രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിക്ക് ഉറച്ച പിന്തുണ നൽകുന്ന കോൺഗ്രസ് MLA-മാരിൽ ഒരാളുമാണ് അദ്ദേഹം. പട്ടികവർഗ നായക് സമുദായത്തിൽപ്പെട്ട സഹകരണ മന്ത്രി. സിദ്ധരാമയ്യയെ മാറ്റി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റുമായ DK ശിവകുമാറിന്റെ ഏറ്റവും കടുത്ത വിമർശകനിൽ ഒരാളാണ് ഇദ്ദേഹം. ഒരു നേതാവ് ഒരു പദവി എന്ന പാർട്ടിയുടെ നയമുണ്ടായിരുന്നിട്ടും ശിവകുമാർ ഒന്നിലധികം സ്ഥാനങ്ങൾ വഹിക്കുന്നതിനെതിരെ KN രാജണ്ണ അടുത്തിടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രിമാരുടെ സംഘത്തിലെ പ്രധാനിയായിട്ടും അദ്ദേഹത്തെ കണക്കാക്കുന്നു. പാർട്ടിയിലെ DK ശിവകുമാറിന്റെ ആധിപത്യത്തെ സ്ഥിരമായി ചോദ്യം ചെയ്യുന്ന പട്ടികവർഗ നേതാവായ സതീഷ് ജാർക്കിഹോളി, പട്ടികജാതി സമുദായത്തിൽ നിന്നുള്ള G പരമേശ്വര, HD മഹാദേവപ്പ എന്നിവരുമായി രാജണ്ണ പതിവായി കൂടിക്കാഴ്ചകൾ നടത്താറുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മോഹികളിൽ ഒരാളായ G പരമേശ്വരയ്ക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്ത ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തകൾക്കിടയിലാണ് രാജണ്ണയുടെ ഹണി ട്രാപ്പ് ആരോപണം വരുന്നത്. അതും വളരെ ശ്രദ്ധേയമാണ്. സിദ്ധരാമയ്യയെ മാറ്റുകയാണെങ്കിൽ G പരമേശ്വരയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കുവാനുള്ള DK ശിവകുമാറിന്റെ നീക്കമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്. ഈ സാഹചര്യത്തിൽ മറുതന്ത്രം എന്ന നിലയിൽ വീശിയതാകാം ഹണി ട്രാപ്പ് ആരോപണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. രാജണ്ണയുടെ ആരോപണം പ്രത്യക്ഷമായി DK ശിവകുമാറുമായി ബന്ധിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഉപമുഖ്യമന്ത്രി നേരത്തെയും ഇത്തരം നീക്കങ്ങൾ നടത്തിയതായുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. 2021 അന്നത്തെ BJP മന്ത്രി രമേശ് ജാർക്കിഹോളിയുടെ രാജിക്കിടയാക്കിയ ഹണി ട്രാപ്പുമായി DK ശിവകുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബലാത്സംഗ ആരോപണം തെറ്റാണെന്നും ഇതിന് പിന്നിൽ ഒരു സംഘമുണ്ടെന്ന സൂചനയും ലഭിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പാൻഡൂരാൻ ആവശ്യപ്പെട്ടോ എന്നായിരുന്നു ഈ സംഭവത്തിൽ തനിക്കെതിരെ നീണ്ട ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് DK ശിവകുമാർ അന്ന് ചോദിച്ചത്. അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഞായറാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയിൽ സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യാവസ്ഥ അറിയുവാനുള്ള പതിവ് സന്ദർശനമാണെന്ന് ഖാർഗെ പിന്നീട് വിശദീകരിച്ചെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും ചർച്ചയായെന്നാണ് സൂചന. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയ സമയം മുതൽ സിദ്ധരാമയ്യയ്ക്ക് ശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു വാദം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് അത് ശമിക്കുകയായിരുന്നു. കോൺഗ്രസിനോട് പലതവണയും കൂറ് പ്രകടിപ്പിച്ചിട്ടുള്ള സിദ്ധരാമയ്യ ഇക്കുറിയെങ്കിലും കോൺഗ്രസ് തന്നെ പരിഗണിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന DK ശിവകുമാറിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം ഏതു തരത്തിൽ രാഷ്ട്രീയ പോരായി മാറുമെന്ന് കണ്ടറിയേണ്ടതായുണ്ട്.